നമസ്കാരം. പെണ്ണിനെ ബോംബായി ഉപയോഗിച്ചാണ് കേരളത്തിലെ ഒട്ടുമിക്ക രാഷ്ട്രീയ നേതാക്കളെയും എതിരാളികൾ തീർക്കാൻ രംഗത്തിറങ്ങുന്നതെന്ന് രാഹുൽ ഈശ്വർ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പീഡന പരാതി ഉയർന്ന ഘട്ടത്തിൽ തന്നെ രാഹുൽ പ്രതിരോധിക്കണമെന്നാവശ്യപ്പെട്ട രാഹുൽ ഈശ്വർ രംഗത്ത് വന്നിരുന്നു. എടാ പൊട്ട തിരിച്ചടിക്കട എന്ന് പറഞ്ഞ ഇദ്ദേഹം രംഗത്ത് വന്നത് ഏറെ ഗൗരവത്തോടെയാണ് സാധാരണ മലയാളികൾ നോക്കിക്കണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിനോടുള്ള അഭിപ്രായ വ്യത്യാസം നിലനിൽക്കെ തന്നെയാണ് രാഹുൽ ഈശ്വർ ഇയാളെ പിന്തുണച്ച് രംഗത്ത് വന്നത്. തുടർന്ന് അവന്തികയുടെ വെളിപ്പെടുത്തലുണ്ടായപ്പോഴും രാഹുൽ ഈശ്വർ അതിലെ പൊരുത്തക്കേടുകൾ ചൂണ്ടിക്കാട്ടി ആരോപണത്തിന് മുന്നോടിച്ചു. പിന്നീട് ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുന്നതായി പറയുന്ന ശബ്ദ സന്ദേശത്തെയും രാഹുൽ പൊളിച്ചടക്കി. രാഹുലും പെൺകുട്ടിയും മാത്രമല്ല മറ്റൊരാൾ കൂടി അവിടെ ഉണ്ടെന്ന് ശബ്ദ സന്ദേശം വ്യക്തമാക്കുന്നതായി രാഹുൽ സ്ഥിരീകരിച്ചു. ഇപ്പോഴിതാ BJP നേതാവ് കൃഷ്ണകുമാറിനെതിരെ ഉയർന്ന പീഡന പരാതിയിലും കൃഷ്ണകുമാറിനെ പിന്തുണച്ച് രാഹുൽ രംഗത്തെത്തി. കേരളത്തിൽ നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്യാനുള്ളപ്പോഴാണ് കേവലം പീഡന പരാതികളുടെ പിന്നാലെ പലരെയും കൊടുക്കാൻ ശ്രമിക്കുന്നതെന്ന് രാഹുൽ കുറ്റപ്പെടുത്തുന്നു. സ്ത്രീകളെ മറ്റുള്ളവരെ തകർക്കാനുള്ള ബോംബായി ഉപയോഗിക്കുകയാണ്. ഈ സ്ഥിതി എന്നേക്കുമായി അവസാനിപ്പിക്കണമെന്ന് രാഹുൽ ഈശ്വർ ആവശ്യപ്പെടുന്നു. പീഡന പരാതിയിൽ കൂട്ടിക്കൽ ജയചന്ദ്രൻ 7 മാസത്തോളമാണ് പുറത്തിറങ്ങാതെ കഴിഞ്ഞത്. സുപ്രീം കോടതി വരെ പോയതിനു ശേഷമാണ് അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചത്. നിരവധി യുവനടന്മാർക്കെതിരെയാണ് അടുത്ത കാലത്തായി പീഡന പരാതി ഉന്നയിക്കപ്പെട്ടത്. എന്നാൽ അവയിലേറെയും കള്ളപ്പരാതികളാണെന്ന് ബോധ്യമായി. റാപ്പർ വേടന് മുൻകൂർ ജാമ്യം ലഭിച്ചതിലും ആശ്വാസമുണ്ടെന്ന് രാഹുൽ ഈശ്വർ പറയുന്നു. തനിക്കെതിരെ ഒരു പീഡന പരാതി കൊടുക്കാൻ ഏതെങ്കിലും ഫെമിനിസ്റ്റുകൾ തയ്യാറായാൽ അതിൽ സന്തുഷ്ടനാണ്. വ്യാജ പരാതിയുമായി എത്തുന്നവരെ ജയിലിലടപ്പിച്ചിട്ടേ തനിക്ക് വിശ്രമമുള്ളൂ. പുരുഷന്മാർക്കെതിരെ ഇങ്ങനെ കെട്ടിച്ചമയ്ക്കുന്ന എല്ലാ കേസുകൾക്ക് എതിരെയും അവർ ജാഗ്രത പുലർത്തണമെന്നും രാഹുൽ ഈശ്വർ അഭിപ്രായപ്പെടുന്നു.